ഇതെവിടെന്നാ വരുന്നത്? ഞാൻ തന്നെ തിരക്കി ഇറങ്ങിയതാ. അതിനെന്താ, എന്നെ കാണാതായോ? താൻ എങ്ങോട്ടാ പോകുന്നേ? പ്രിയങ്കയുടെ മുത്തശ്ശേരി അടുത്തേക്കല്ലേ? ഓഫീസിൽ ഇരുന്നിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാ പിന്നെ നേരെ ആറ്റുവാശ്ശേരി വന്ന് തന്നെ പിക്ക് ചെയ്യാന്ന് കരുതി. എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള കണ്ടീഷൻ എന്താ? വലിയ കഷ്ടാ. പ്രിയങ്കയ്ക്ക് ഒരു കാര്യം ഓർമ്മയില്ല. അവൾ എന്താ പറയുന്നറിയോ? എല്ലാം ഞങ്ങളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെ കുറിച്ചാ. അവളെന്റെ കൈപിടിച്ച് കുറെ നേരം അടുത്തിരുന്നു. കുട്ടിക്കാലത്ത് ഞങ്ങൾ നടന്ന വഴികളെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്നത്തെ കളികളും സ്കൂളിൽ പോയതും അങ്ങനെയെല്ലാം. അവിടെ ആരും പറഞ്ഞിട്ട് അവള് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞപ്പോ കഴിച്ചു. എനിക്ക് നല്ല വിഷമായല്ലേ? അവളെ ആ അവസ്ഥയിൽ കണ്ടാ പിന്നെ വിഷമാവില്ലേ? എന്നാ പിന്നെ തന്റെ കൃഷ്ണനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഓർമ്മ ശരിയാക്കി കൊടുക്കാൻ പറ. അല്ല, അത് കഴിഞ്ഞാ പിന്നെ തന്നെ വേവിച്ചെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവള് ചെയ്തോളൂല്ലോ. വരുൺ, അതെ, വിശ്വസിക്കരുതോ. അവളെയും വിശ്വസിക്കരുത്, ആ സുകുമാരി മുത്തശ്ശിയും വിശ്വസിക്കരുത്. രണ്ടുപേരും ക്രിമിനൽസാ. വേണ്ട, അങ്ങനൊന്നും പറയണ്ട. പ്രിയങ്കയുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യായതല്ലേ? ആരെയും പറ്റി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ അവൾ എന്തൊക്കെ കാട്ടിക്കുട്ടിയനെ? എനിക്കറിഞ്ഞൂടാ. താനേ ഏതായാലും വണ്ടി കയറി. ഇല്ല, വരണ ഓഫീസിലേക്ക് പോയിക്കോ. ഞാന് ഇവിടുന്ന് വീട്ടിലേക്ക് നടന്നോളാം. അത് ഞാൻ ഓഫീസിൽ പോകുന്നത് എന്നോട് ആര് പറഞ്ഞു? പോകുന്നില്ലേ? ഞാനേ ടോട്ടൽ പ്രോഗ്രാംസ് അവസാനിപ്പിച്ചിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത്. ആറ്റുവാശ്ശേരിന്ന് തന്നെ എടുക്കുക, പിന്നെ ഒന്ന് കറങ്ങുക. അതാണ് പരിപാടി. എവിടെ കറങ്ങ? എവിടെ കറങ്ങിയാലെന്താ? എന്തായാലും പ്രിയങ്ക കണ്ട് മനസ്സ് വിഷമിച്ചിരിക്കല്ലേ. ഇതാവുമ്പോ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് തിരിച്ചു വരാം. എന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അത് വേണ്ടേ? വേണം വേണം. എന്റെ പേടി എന്താണെന്നറിയോ? ഇപ്പൊ കുറച്ച് ധൈര്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും തന്റെ ഉള്ളില് ഒരു പാവം ഉറങ്ങി കിടപ്പുണ്ട്. ഇവരെല്ലാരും കൂടെ ചേർന്ന് അതിനെ അങ്ങനെ തട്ടി എഴുന്നേപ്പിച്ചു കഴിഞ്ഞാ പിന്നെ തന്നെ എനിക്ക് ഈ കണ്ടീഷനിൽ കാണാൻ പറ്റില്ല. അതൊന്നും പേടിക്കണ്ട. ഞാനിപ്പോ ധൈര്യമായിട്ട് കൂടെ നിൽക്കുമല്ലേ. അപ്പൊ നമുക്ക് പോവാം. കേറ്.